സംസ്ഥാനത്ത് അതിതീവ്ര മഴ വീണ്ടും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്. 5 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ്. നാളെ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം. പത്തനംതിട്ട ആറന്മുള മേഖലയിൽ വെള്ളം ഇറങ്ങി തുടങ്ങി. അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് അതേപടി. വടക്കൻ കേരളത്തിൽ മഴ കുറഞ്ഞു. ഇടുക്കിയിൽ തുറന്ന ഡാമുകൾ അടയ്ക്കാറായില്ല. കട്ടപ്പനയിൽ കടകളുടെ മേൽക്കൂര തകർന്നു. മണ്ണിടിച്ചിൽ ജാഗ്രത തുടരുന്നു. വീണ്ടും വിവാദത്തിന്റെ അണകെട്ടി മുല്ലപ്പെരിയാർ. ജലനിരപ്പ് കൂട്ടുമെന്ന വിജയ് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിൽ വ്യാപക പ്രതിഷേധം. തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് MP. മന്ത്രിതല ചർച്ചയ്ക്ക് ശ്രമിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. 42 അടി പരമാവധി ജലനിരപ്പിൽ മാറ്റം വരുത്താൻ കേരളത്തിനോ തമിഴ്നാടിനോ കഴിയില്ലെന്നും മന്ത്രി. MDMA ഇടപാടിൽ പങ്കില്ലെന്ന് വടകരയിൽ അറസ്റ്റിലായ അധ്യാപിക കീർത്തന. ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടത്തിയിട്ടില്ല. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നും കീർത്തന കോടതിയിൽ. PM ശ്രീയിൽ നിന്ന് പിൻവാങ്ങാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് തടസ്സമല്ലെന്ന് പ്രതിപക്ഷ നേതാവ്. SSK ഫണ്ട് ലഭിക്കാനാണ് ധാരണാപത്രത്തിൽ സർക്കാർ ഒപ്പുവെച്ചതെന്നും വിശദീകരണം. PM ശ്രീയുമായി മുന്നോട്ടു പോകേണ്ട എന്ന് തീരുമാനിച്ചിരുന്നുവെന്നും പിണറായി വിജയൻ. ചെറുപുഴയിൽ പ്രളയമുഖത്തെ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിനോട് അനാദരവെന്ന് പരാതി. രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരത്തെ വീട്ടിലെത്തിച്ചത് ഫ്രീസർ സംവിധാനമില്ലാത്ത ആംബുലൻസിൽ. എംബാം ചെയ്യാത്ത മൃതദേഹം തൃശൂർ ചാവക്കാട് വരെ എത്തിച്ചുവെന്നും പരാതി. അന്വേഷണത്തിന് ഉത്തരവിട്ട് കളക്ടർ. ദഹൽക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാലിന് തിരിച്ചടി. 13 വർഷം മുൻപ് സഹപ്രവർത്തകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ കുറ്റക്കാരനെന്ന് ബോംബെ ഹൈക്കോടതി. വിധി തേജ്പാലിനെ 2021 കുറ്റവിമുക്തനാക്കിയതിനെതിരെ ഗോവ സർക്കാർ നൽകിയ അപ്പീലിൽ ശിക്ഷ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. ശബരിമല നെയ്ക്രമക്കേടിൽ PS പ്രശാന്തും അജികുമാറും പ്രതികളാകും. നടപടി ദേവസ്വം വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് പ്രകാരം. മിൽമയ്ക്ക് കരാർ നൽകിയത് ടെൻഡർ അട്ടിമറിച്ച്. ദേവസ്വം ബോർഡിനുണ്ടായത് 2.3 കോടി നഷ്ടമെന്നും കണ്ടെത്തൽ. സ്വർണ്ണക്കൊള്ളയിലും പ്രതികളായ പ്രശാന്തും അജികുമാറും നിലവിൽ ജയിലിൽ. പയ്യന്നൂരിലെ കമ്മ്യൂണിസ്റ്റ് തർക്കം കോടതി കയറുമോ? വി കുഞ്ഞികൃഷ്ണൻ MLAക്കെതിരെ നോട്ടീസ് അയച്ച് മുൻ MLA TA മധുസൂദനൻ. നോട്ടീസിൽ ആരോപണമുയർന്ന ഫണ്ടുകളുടെ കണക്കും മാനഹാനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം. മധുസൂദനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് ആരോപണം ശരിയെന്ന് വ്യാഖ്യാനിക്കാതിരിക്കാനെന്ന് ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. പിണറായി വിജയൻ താമസിച്ചിരുന്ന വാടക വീടിന് മുന്നിൽ EDയെ തടഞ്ഞ 6 CPMകാർക്ക് കൂടി ജാമ്യം നൽകിയത് ഹൈക്കോടതി. പുറത്തിറങ്ങുന്നത് IP ബിനു അടക്കമുള്ളവർ. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ ജാമ്യം കിട്ടിയവരുടെ എണ്ണം ഇതോടെ 24ആയി. പാർലമെന്റ് മഴക്കാല സമ്മേളനത്തിന്റെ 14ാം ദിവസവും ഇരുസഭകളും ബഹളമയം. 2 മണി വരെ നിർത്തിവെച്ചു. ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളെ പോലീസ് നേരിട്ടതിൽ അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന ആവശ്യം. പ്രതിപക്ഷ പാർട്ടികൾ ശ്രീരാമിനെ അപമാനിക്കുന്നുവെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. മലയാളിക്ക് അഭിമാനമായി ബഹിരാകാശത്ത് നടക്കാൻ ഇന്ത്യൻ വംശജനായ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ. ചരിത്ര ദൗത്യം. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:05. ലക്ഷ്യം ബഹിരാകാശ കേന്ദ്രത്തിൽ സോളാർ പാനൽ നിർമ്മാണം. അനിലിന്റെ ദൗത്യം 7 മണിക്കൂർ നീളും. ഹോർമുസ് തുറക്കാനുള്ള ധാരണയിലേക്ക് ഇറാനും ഒമാനും. 3ാം കക്ഷിയെ ഒഴിവാക്കിയുള്ള കരാർ അന്തിമഘട്ടത്തിലേക്ക്. റഷ്യയും ചൈനയും ഒഴികെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് 7% ഫീസ് ഏർപ്പെടുത്തണമെന്ന് ഇറാൻ. ചുങ്കം അംഗീകരിക്കാൻ തയ്യാറാകാതെ അമേരിക്ക. കോൺഗ്രസിൽ നേതൃത്വമറിയാതെ പുതിയ കൂട്ടായ്മ രൂപീകരിക്കാനുള്ള ശ്രമം തടഞ്ഞ് KPCC. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ സംഗമം നടത്താനുള്ള നീക്കം തടഞ്ഞത് വിവരം ചോർന്നതോടെ. സംഗമം നിശ്ചയിച്ചിരുന്നത് ഇന്നലെ തിരുവനന്തപുരത്ത്. പഞ്ചായത്ത് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ലെന്ന് KPCCയുടെ വിശദീകരണം.